ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പുകാല ചിന്തയ്ക്കായി ഇന്ന് നാം ഒത്തുകൂടുമ്പോൾ ചങ്ങല എന്ന വിഷയത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം. ബൈബിളിൻ്റെ താളുകളിൽ അടിമത്തത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും പ്രതീകങ്ങളായ ചങ്ങലകളെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ നാം കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ വിവരണങ്ങളിൽ ഉടനീളം നെയ്തെടുത്തത് ആഴമേറിയ ഒരു സത്യമാണ്. വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ചും ദൈവവും ജനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുമുള്ള സത്യം. ഈജിപ്തിൽ ജോസഫിനെ ബന്ധിച്ച ചങ്ങലകൾ മുതൽ ഫിലിപ്പിയിലെ പൗലോസിനെയും ശീലാസിനെയും തടവിലാക്കിയ ചങ്ങലകൾ വരെ പ്രതികൂലങ്ങളും പീഡനങ്ങളും നേരിട്ട വ്യക്തികളുടെ കഥകൾ ബൈബിളിൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ശക്തിയും ആശ്വാസവും അവർ കണ്ടെത്തി. ബൈബിളിലെ ചങ്ങലകളുടെ ഏറ്റവും ശക്തമായ പ്രതിച്ഛായ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സമയത്ത് ബന്ധിച്ച ചങ്ങലകൾ. ഈ ചങ്ങലകൾ ഇരുമ്പിൽ നിർമ്മിതമെങ്കിലും ദൈവസ്നേഹത്തിൻ്റെയും മാനവ വീണ്ടെടുപ്പിൻ്റേതുമായിരുന്നു അത്. നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും വെളിച്ചമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ അവിടുന്ന് നമുക്ക് നൽകുന്നു. തൻ്റെ കുരിശു മരണത്തിലൂടെ യേശുനാഥൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചങ്ങലകൾ തകർത്തു. രക്ഷയുടെയും നിത്യജീവൻ്റെയും വാഗ്ദാനങ്ങൾ അവിടുന്ന് നമുക്ക് നൽകി. വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമ്മെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. യേശുനാഥനെ ബന്ധിച്ച ഇരുമ്പ് ചങ്ങലകൾ പീഡനത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമല്ല, നമ്മുടെ ലോകത്തെ ഇന്നും ബാധിക്കുന്ന വ്യവസ്ഥാപിതമായ അനീതികളുടെ പ്രതീകങ്ങളാണ്. അത് നമ്മുടെ സഹോദരീ സഹോദരന്മാരിൽ പലരുടെയും അന്തസ്സും അവകാശങ്ങളും നിഷേധിക്കുന്നത് തുടരുന്നു. ഇതല്ലേ ഈ കഴിഞ്ഞ ദിവസം സിസ്റ്റർ റോസ് മേരിക്ക് മേഘാലയയിൽ സംഭവിച്ചത്? സന്യസ്ത വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടു. ഭാരത ജനതയിൽ സ്നേഹത്തിൻ്റെ ചങ്ങലകൾ വിളക്കിക്കൂട്ടുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥനോടുള്ള സ്നേഹത്തെ പ്രതി കഷ്ടപ്പാടും അസമത്വവും നിലനിർത്തുന്ന അടിച്ചമർത്തലിൻ്റെയും അനീതിയുടെയും സംവിധാനങ്ങളെ നമുക്ക് വെല്ലുവിളിക്കാം. വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും ചങ്ങലകളിൽ നിന്ന് മോചനം നേടുവാനും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും പരിവർത്തന ശക്തിയെ സ്വീകരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. സമൂഹത്തിൽ ഇതുവരെ ആരും പറയാതിരുന്ന ഒരു വേറിട്ട ശബ്ദമാണ് നസ്രായൻ്റേത്. അടിച്ചമർത്തപ്പെട്ടവർക്കും ബന്ധിതർക്കും സദ്വാർത്തയായി പ്രവചനങ്ങളൊക്കെ തന്നിൽ പൂർത്തീകരിക്കാൻ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം ബന്ധിക്കപ്പെട്ട ചങ്ങലകളൊക്കെ അഴിക്കുകയായിരുന്നു നസ്രായൻ. ദൈവാലയ തിരശീല നടുവേ കീറിക്കൊണ്ട് മുറിക്കപ്പെട്ടു പോയ ബന്ധത്തെയും അറ്റുപോയ ദൈവിക പദ്ധതിയെയും അവിടുന്ന് വിളക്കിച്ചേർത്തു. സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിമുട്ടിച്ച് അവസാനം ഉയർപ്പിൻ്റെ ആനന്ദത്തിലേക്ക് നമ്മെ ക്ഷണിച്ചു. ചുരുക്കത്തിൽ പറുദീസായിൽ അറ്റുപോയത് കാൽവരിയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയായിരുന്നു. ഈ നോമ്പ് വിചാരം ചങ്ങലയ്ക്ക് പുതിയൊരു അർത്ഥതലം നൽകട്ടെ. ഇതുപോലെ വിളക്കി ചേർക്കേണ്ട കണ്ണികൾ എവിടെയൊക്കെയാണ് എന്ന് ആത്മാർത്ഥമായി നമുക്ക് വിലയിരുത്താം. സ്നേഹചങ്ങലയാൽ ഏവരെയും ഒന്നിപ്പിക്കുന്ന, സ്വർഗം ഭൂമിയിൽ അവതരിപ്പിക്കുന്ന ചങ്ങലകളായി നമുക്ക് മാറാം. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഈ ദിനങ്ങളിൽ ക്രൂശിതനായ ക്രിസ്തു നമ്മെ കൈപിടിച്ചു നടത്തട്ടെ. ആമേൻ.